മുഖ്യമന്ത്രി രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതയിൽ 4 വരി പഠിച്ചതുപോലും, ചൊല്ലിയത് എങ്ങനെയോ ആവട്ടെ, പഠിച്ചതുപോലും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനോട് ഞാൻ മനസ്സ് വെക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു വിപ്ലവത്തിന്റെ വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാകാൻ സാധിച്ചു. ധാരാളം നല്ല നേതാക്കന്മാരും പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ഞാൻ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ അന്യായം നടത്തി എന്നുള്ള തോന്നൽ അത് ജനങ്ങൾക്കിടയിലുണ്ടായി. 9 ഇലക്ഷൻ മത്സരിച്ചു, എത്രയോ വർഷമായിട്ട് പാർട്ടിയിലുണ്ട്. പക്ഷെ ഇതിനിടയിൽ കേട്ടു ശോഭ സുരേന്ദ്രൻ BJPയിൽ അസ്വസ്ഥയാണ്, പാർട്ടി വിടാൻ പോവുകയാണ്. ഇതൊക്കെ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇരുമ്പുമറയുള്ള പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു ഇരുമ്പുമറയ്ക്കകത്തല്ല പാർട്ടി, അതുപോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയുമല്ല. അതിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അതായത് ഇപ്പോൾ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് തോന്നാലോ, ഞാനൊരു പൊതുപ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാം എന്നോട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഈ പൊസിഷനേക്കാൾ ഒരു പൊസിഷൻ എനിക്ക് ആകാമായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ തോന്നാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും. അതായത് ഞങ്ങൾക്ക് ജനാധിപത്യം വളരെ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്നിരിക്കട്ടെ, എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ വേറൊരു പൊസിഷനിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പോൾ സുരേന്ദ്രനോട് എനിക്ക് ചോദിക്കാം, കാരണം സുരേന്ദ്രൻ യുവമോർച്ചയിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് വന്ന ആളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ സുരേന്ദ്രൻ പറയും അതല്ല, നമ്മൾ അതിനേക്കാൾ കൂടുതൽ നല്ലൊരാൾക്ക് കൊടുത്തു എന്ന് ചിലപ്പോൾ പറയാം. അപ്പോൾ ജനാധിപത്യ ചർച്ചകളും ഒക്കെ BJPക്കകത്ത് കൂടുതലുണ്ട്. കാരണം ഞങ്ങൾ പരസ്പരം പല കാര്യങ്ങളിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ 2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ സ്റ്റാൻഡിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ 1990s BJPക്ക് കേരളത്തിൽ ഇത്രയും കൂടെ സ്വീകാര്യത ഇല്ലാത്തൊരു സമയത്താണല്ലോ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. ഇപ്പൊ പാർട്ടിയെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ഒരു വിഷൻ എന്തായിരുന്നു? അതിപ്പം BJP ഫുൾഫിൽ ചെയ്തോ? അന്ന് പാർട്ടി എത്രമാത്രം വളരുമെന്ന് കരുതിയിട്ടുണ്ടാവും? അത്രത്തോളം എത്തിയിട്ടുണ്ടോ പാർട്ടി ഇപ്പോൾ? അല്ല, പാർട്ടി കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇനിയും വളരണം എന്നാണ് മോഹം. അന്ന് തുടങ്ങുന്ന സമയത്ത് BJPക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു MLAയോ ഒരു മന്ത്രിയോ ഇല്ലാത്ത സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ BJPക്ക് MLAമാർ എണ്ണം കുറവ്, O രാജഗോപാൽജി മാത്രമാണ് ജയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാവുന്നു. അതുപോലെ അവിടെ നിന്ന് വരുന്ന നേതാക്കന്മാരും അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മുന്നേറ്റങ്ങൾ, കഷ്ടപ്പാടുകൾ. ഞാൻ ശിവരാജ് സിംഗ് ചൗഹാൻജിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്ത സമയത്ത് ശരിക്കും അദ്ദേഹത്തെ നമുക്ക് നമസ്കരിക്കാനാണ് തോന്നുക. കാരണം ഒരു വാഹനം പോകുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് ഒരു വെള്ളം കുടിക്കാനായിട്ട്, ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഒരു അനുഭവം ഉണ്ടായതാണ്. മധ്യപ്രദേശിൽ ആളുകൾ ഓടി വരികയാണ്. അതായത് ഓടി വന്ന് മാമാജി എന്നാണ് വിളിക്കുന്നത്. ആളെ കെട്ടിപ്പിടിക്കുന്നു. ഇത് പുതിയതാണോ എന്ന് ചോദിച്ചു. കുട്ടികൾ ഡ്രസ്സ് പിടിച്ച് വലിക്കുന്നു. ഒരു ഫിലിം സ്റ്റാർ ഒരു ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള, പക്ഷേ വളരെ സിമ്പിളായിട്ട് അവരോടൊക്കെ ഒരേപോലെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട്, അപ്പോൾ അതിൽ എല്ലാവരും അംഗമായോ എന്ന് ചോദിക്കുന്നു. അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ ആളുകളുമായിട്ട് ഇടപഴകുന്ന അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഈ പ്രവർത്തനം തുടങ്ങി മുന്നോട്ട് പോയിട്ട് നമുക്കുണ്ടായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളും ഈവൻ മോദിജി പോലും നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു, ഹോം മിനിസ്റ്റർ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ വളർച്ച കാണുമ്പോൾ വളരെ വളരെ സന്തോഷം, അഭിമാനം തോന്നുന്നു. അതിനോട് രാജ്യത്തെ മൊത്തം നോക്കുമ്പോൾ അതിനോട് അലൈൻ ചെയ്യുന്നതാണോ കേരളത്തിലെ പാർട്ടിയുടെ വളർച്ച? അല്ല, അതിൽ അതികഠിനമായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ധാരാളം നവോത്ഥാന നായകന്മാരും അതുപോലെ ആദ്യകാലം മുതൽ ഈ സമത്വമില്ലായ്മയ്ക്കെതിരെ അതികഠിനമായിട്ട് ജീവിതം വെച്ച് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു നാട്. ആ നാട്ടിൽ
അവർ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഉഴുതുമറിച്ച ഒരു ഭൂമിയാണ് കേരളം. എത്രയോ വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെ ഇപ്പോൾ മന്നത്താചാര്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനം, അതായത് താഴ്ന്ന ജാതിക്കാരുമായിട്ടുള്ള സഹവാസം, അത് കേളപ്പജി പോലുള്ള ആളുകളുടെ സന്യാസി ശൃംഖലകളാണെങ്കിൽ പറയേ വേണ്ട, സത്യാനന്ദനെ പോലെ, വാഗ്ഭടാനന്ദനെ പോലെയുള്ള ചട്ടമ്പി സ്വാമികളുടെ ഗുരുനാഥൻ സദാനന്ദ സ്വാമിജിയുടെ ആദ്യത്തെ കേരളത്തിലെ ആശ്രമം. അപ്പോൾ അവരൊക്കെ സമൂഹത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഒരു സിദ്ധ വൈദ്യശാല അവിടെ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന് സ്വർണമുണ്ടാക്കി കൊടുക്കുന്ന ചെടികൾ വരെ ഒരു ഇലയിൽ നിന്ന് ചാറെടുത്തുകൊണ്ട് ഒരു പ്രത്യേക രസക്കൂട്ടിൽ സ്വർണം നിർമ്മിച്ചിരുന്ന സന്യാസിമാർ വരെ നമ്മുടെ കേരളത്തിൽ കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെല്ലാം ഒരേ ലക്ഷ്യമായിരുന്നു, സമൂഹത്തിനോടുള്ള നന്മ എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഉഴുതുമറിച്ച് അവിടെ ഒരു വിപ്ലവത്തിൻ്റെ വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാകാൻ സാധിച്ചു. ധാരാളം നല്ല നേതാക്കന്മാരും പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ഞാൻ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല. അപ്പോൾ അതെല്ലാം ചേർന്നപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു മുന്നേറ്റം. ആ മുന്നേറ്റത്തിനിടയിലേക്ക് നോർത്ത് ഇന്ത്യയിൽ പടർന്നു പന്തലിച്ച ഒരു പാർട്ടി എന്ന് കരുതി ഞങ്ങളുടെ പ്രസ്ഥാനം ഇവിടെ 10 പേര് രംഗത്തില്ലാത്തൊരു സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് എൻ്റെ ഓർമ്മയിൽ ആ പഞ്ചായത്തിൽ തന്നെ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 17 വയസ്സിൽ വേറൊരു സ്ത്രീ ആ വയസ്സിൽ അവിടെ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്നത്തെ പാർട്ടിയുടെ സ്ഥിതി അതല്ല. എത്രയോ സ്ത്രീകൾ സമരത്തിന് പോലും വരാൻ തയ്യാറുള്ള എത്രയോ സ്ത്രീകൾ. അപ്പോൾ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുന്നണി സംവിധാനത്തിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം മുന്നണി സംവിധാനം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് BJP നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറി ഒരു മുന്നണി സംവിധാനത്തിലേക്ക് BJP ചിന്തിക്കുകയും ഞങ്ങളിലേക്ക് കൂടുതൽ ആളുകളും വരുമ്പോൾ പാർട്ടി അതിനനുസൃതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി അധിക കാലം ഉണ്ടാവില്ല. സന്തോഷിക്കാൻ വേഗം പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഈ LSG ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയാൽ അതിൽ കോൺഗ്രസിന് കൃത്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ആ മുന്നേറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം എന്നാണ് BJPയുടെ ഒരു അസസ്മെന്റ്? അല്ല, അത് അവരുടെ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവരെപ്പോഴും അങ്ങനെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് BJPക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുമോ, സാധിച്ചില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ ആളുകൾക്കിടയിലുണ്ടായി. ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തോട് ഈ മുഖ്യമന്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ അന്യായം നടത്തി എന്നുള്ള തോന്നൽ അത് ജനങ്ങൾക്കിടയിലുണ്ടായി. അപ്പോൾ ഒരു ഏകാധിപതിയെപ്പോലെ ഈ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണെന്നും ഒരു കാര്യത്തിലും അദ്ദേഹം നീതി പുലർത്തുന്നില്ലെന്നും ഉള്ള ഒരു തോന്നൽ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ മുന്നണി ഇനി ഇവിടെ വേണ്ട എന്ന് കരുതുന്ന ജനങ്ങൾക്ക് അവർ പ്രാദേശിക തലത്തിൽ, ഞാൻ പറഞ്ഞു, അവർ വോട്ട് ചെയ്യുന്നത് അവരുടെ ആ പ്രദേശത്ത് ആർക്ക് വോട്ട് ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ്. എന്ന് കരുതി കോൺഗ്രസ് ഏറെ മുന്നിലായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വലിയ ഒരു ഡിഫറൻസ് പല സ്ഥലത്തും നമുക്ക് കാണുന്നില്ല. അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു വികസന അജണ്ടയെ ജനം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ചർച്ചയിലേക്കും ജനം കാതു തന്നില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരുമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു മാർജിൻ കോൺഗ്രസിന് വരാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, BJP മനസ്സിലാക്കുന്നത്, അവർക്ക് രണ്ടു കൂട്ടരും ഏതാണ്ട് സമാസമമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ കേരള രാഷ്ട്രീയം നിൽക്കുന്നത് എന്ന് കരുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും അടുത്ത അസംബ്ലി ഇലക്ഷനും പ്രതീക്ഷിക്കുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിലുണ്ടാവും. എങ്ങനെ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രാറ്റജി ഞങ്ങൾ പറയില്ല എന്ന്. ഇപ്പോൾ ഈ ഇലക്ഷൻ BJP പ്രതീക്ഷിച്ചിരുന്നത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലയിൽ ശബരിമല ഒരു വലിയ വികാരമായിട്ടുണ്ട്. അപ്പോൾ അത് BJPക്ക് പ്രയോജനം ചെയ്യും. അത് പക്ഷേ യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്തത് കോൺഗ്രസിനാണ്. 2018-19 ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ശബരിമല ഒരു രാഷ്ട്രീയ ആയുധമല്ല.
ഞങ്ങൾ ശബരിമല സമരത്തിന് പോകുന്നത്, ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നത്, അത് ദൈവീകമായിട്ടുള്ള വിശ്വാസികളുടെ കൂടെ നിന്നിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈവൻ ശബരിമല വിഷയത്തിൽ ഇടതുഭാഗത്ത് ശ്രീമാൻ വെള്ളാപ്പള്ളിയെയും വലതുഭാഗത്ത് NSSന്റെ സുമാരൻ സാറിനെയും വിളിച്ചു കൊണ്ടുവന്നത് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാത്രിയിൽ ഉറക്കമുളച്ചിരുന്ന് ഭഗവത്ഗീതയിൽ 4 വരി പഠിച്ചതുപോലും, ചൊല്ലിയത് എങ്ങനെയോ ആവട്ടെ, പഠിച്ചതുപോലും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനോട് ഞാൻ മനസ്സ് വെക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അയ്യപ്പൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ല. അയ്യപ്പസ്വാമി മുഖ്യമന്ത്രിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മഹാസമ്മേളനത്തിന് ശേഷം കട്ടള പൊളിച്ച കാര്യം പുറത്തു വന്നത്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ശബരിമല വിഷയമാവട്ടെ, ദൈവികമായ ഏത് വിഷയമാവട്ടെ, ഞങ്ങൾ അതിൻ്റെ മുന്നിലുണ്ടാവും. അതിൻ്റെ റിസൾട്ട് BJPക്ക് വോട്ടായിട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല ദൈവികത, അത് രണ്ടും രണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ കൈവയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരീയമായിട്ട് നാട്ടിൽ നടക്കുന്ന അന്യായത്തിനെതിരെ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഒന്നും ഞങ്ങളെതിരല്ല. കേരളത്തിൽ വിശ്വാസത്തിനും ഞങ്ങളെതിരല്ല. പക്ഷേ ഹിന്ദു വിശ്വാസിയെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച പോയിന്റ് വികസനമായിരുന്നു. അപ്പോൾ ആ വികസന പോയിന്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ശരിയാണ് എന്ന് പലയിടങ്ങളിലും തെളിയിച്ചു. 8 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നൽകി. കമ്മ്യൂണിസ്റ്റ് കോട്ട 25 കൊല്ലവും 30 കൊല്ലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ 8 സ്ഥലങ്ങളിൽ നമുക്ക് നൽകി എന്ന് പറയുന്നത് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് BJPയുടെ വിശ്വാസം.